ലെമൺ ക്രിയേഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സംഖ്യാലോകം അഥവാ നമ്പേഴ്സ് വേൾഡ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ അതിൻ്റെ പേര് പോലെ തന്നെ സംഖ്യകളെക്കുറിച്ച് അഥവാ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾക്ക് ധാരാളമായി പഠിക്കാനുള്ളത്. നമ്പേഴ്സ് നിങ്ങൾക്കറിയാം, എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്ന സംഖ്യകൾ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത് 0-ൽ ആരംഭിക്കുന്നു. 0, 1, 2, 3 എന്ന് തുടർന്നു കൊണ്ട് പോകുന്ന ആ സംഖ്യയ്ക്ക് അത് സംഖ്യകളുടെ അവസാനം എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. കാരണം സംഖ്യയ്ക്ക് നമ്പേഴ്സിന് അവസാനം ഇല്ല. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് അപ് ടു അതെവിടം വരെ ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. ഇൻഫിനിറ്റി മീൻസ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അതിന് യാതൊരു അവസാനം, സംഖ്യയ്ക്ക് അവസാനം ഇല്ല. അല്ലെങ്കിൽ അവസാനത്തെ സംഖ്യ ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ ഒരു സംഖ്യ കാണിക്കാം. എത്രയാണ് ഈ സംഖ്യ? ഇറ്റ്സ് 15, റൈറ്റ്? 15 ആർക്ക് പറയും? ഓക്കെ, അടുത്ത സംഖ്യ നോക്കൂ. 100 ശരിയാണല്ലേ? 100. ഓക്കെ, നെക്സ്റ്റ് 565, 565. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ്? ഇറ്റ്സ് 2304 ഓർ 2304 ആണോ? ശരിയാണോ? ഓക്കെ, എങ്കിൽ എത്രയാണ് അടുത്ത സംഖ്യ? പറട്ടെ. 9999 അഥവാ 9999. ശരിയാണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഏത് സംഖ്യ അങ്ങനെ തന്നാലും നിങ്ങൾക്ക് വായിക്കാൻ അറിയാം. ശരിയാണോ? എങ്കിൽ ഈ സംഖ്യ ഒന്ന് വായിക്കും. കഴിയുന്നുണ്ടോ അത്രയൊന്ന് വായിക്കാൻ? ഇല്ല. അതെത്ര അക്കസംഖ്യയാണ്? ഒന്ന് നോക്കിക്കേ. എത്ര അക്കങ്ങൾ ആ സംഖ്യയിലുണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. യെസ്, 9 അക്കങ്ങളുണ്ട്. 9 അക്കങ്ങളുള്ള ആ സംഖ്യ എത്രയായിരിക്കും? വായിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ? നിങ്ങൾ 4ാം ക്ലാസ് വരെ ഇത്രയും വലിയൊരു സംഖ്യയെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? എങ്കിൽ നമുക്ക് വലിയ വലിയ സംഖ്യകളെ ഒന്ന് പരിചയപ്പെടാം. അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. കുറച്ച് അല്പം വലിയ സംഖ്യകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിനു മുമ്പേ എനിക്ക് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളെപ്പറ്റി അറിയാനുണ്ട്. ആദ്യമായി സ്ഥാനവിലകൾ അഥവാ പ്ലേസ് വാല്യൂ, സംഖ്യകളുടെ പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ശരിയാണോ? ഉദാഹരണമായിട്ട് ഒരു സംഖ്യ 527. ഇതിൽ 7 എന്ന സംഖ്യയുടെ പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില എത്രയാണ്? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എത്രയാണ്? 1. ശരിയാണല്ലേ? ഓക്കെ, 2 എന്ന സംഖ്യയുടെ സ്ഥാനവില അഥവാ പ്ലേസ് വാല്യൂ എത്രയാണ്? 10. ഓക്കെ, അടുത്തത് 5 എന്ന സംഖ്യയുടെ പ്ലേസ് വാല്യൂ എത്രയാണ്? 100 അഥവാ 100. ശരിയാണ്. അപ്പം 3 അക്കമുള്ള ഒരു സംഖ്യയുടെ പ്ലേസ് വാല്യൂ വരുന്നത് 1s, 10s, 100s. ശരിയാണോ? അഥവാ 1, 10, 100 അതാണ് 3 അക്ക സംഖ്യയുടെ പ്ലേസ് വാല്യൂ. ഒക്കെ ഒരു 4 അക്ക സംഖ്യ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. 3127, 3127. അതിൽ 7ൻ്റെ പ്ലേസ് വാല്യൂ 1s ആണ്, 2ൻ്റെ പ്ലേസ് വാല്യൂ 10s ആണ്, 1ൻ്റെ പ്ലേസ് വാല്യൂ 100 ആണ്, 3യുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും? 1000 ആയിരിക്കും അല്ലേ? അഥവാ 1000. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേസ് വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? എത്ര വരെയുള്ള പ്ലേസ് വാല്യൂ നിങ്ങൾക്കറിയാം? 1s, 10s, 100s, 1000s, 10,000s, lakh, 10 lakh, crore, 10 crore. നെക്സ്റ്റ് 100 crore, 1000 crore. ഈ രീതിയിൽ ആ സംഖ്യ മുന്നോട്ട് പോവുകയാണ്. അഥവാ 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി,
10 കോടി 100 കോടി. ഈ 10 കോടി 100 കോടിയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും അല്ലേ. പക്ഷെ നിങ്ങൾക്ക് ചില പ്ലേസ് വാല്യൂസ് അറിയാം. 1, 10, 100, 1000, 10,000 വരെയൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കാം അല്ലേ. 1s, 10s, 100, 1000, 10,000 ഇത്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. 10,000 കഴിഞ്ഞാൽ അടുത്ത പ്ലേസ് വാല്യൂ വരുന്നത് ലാക്കാണ്. ലാക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് 10 ലാക്കാണ്. 10 ലാക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് ക്രോർ. ഏതാണ് ക്രോർ? 1 crore. ഓക്കെ, ക്രോർ കഴിഞ്ഞാൽ 10 crore, ദെൻ 100 crore. ഓക്കെ, എന്തിനാണ് ഈ സംഖ്യയുടെ പ്ലേസ് വാല്യൂ നിങ്ങൾക്ക് തരുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്ലേസ് വാല്യൂ നിങ്ങൾ പഠിച്ചപ്പോൾ, അഥവാ ഈ സ്ഥാനവില നിങ്ങൾ പഠിച്ചപ്പോൾ എന്തിനാണ് ഈ സംഖ്യയ്ക്ക് ഒരു പ്ലേസ് വാല്യൂ തന്നിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ സംഖ്യകളെ എളുപ്പത്തിൽ വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലേസ് വാല്യൂ തന്നിരിക്കുന്നത്. ഈ പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണമായിട്ടൊരു സംഖ്യ ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാം 127. കണ്ടോ? 127. ഇടതു നിന്ന് വലത്തോട്ടാണ് സംഖ്യ എഴുതുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഖ്യ 7ആണ്. ആദ്യം നമ്മൾ എഴുതുന്നത് 1ആണ്. 127, 127. ഓക്കെ, അപ്പോൾ വലതു നിന്നാണ് നമ്മൾ പ്ലേസ് വാല്യൂ നോക്കുന്നത്. വലതു നിന്ന് ഇടത്തോട്ടാണ് പ്ലേസ് വാല്യൂ നോക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ എഴുതിയ സംഖ്യ 7 ആയിരിക്കും. 127. 7 എന്ന സംഖ്യയുടെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1 ആണ് അല്ലേ. അഥവാ അത് ഒന്നാമത്തെ സ്ഥാനത്തുള്ള സംഖ്യ ആണ്. ഇനി 2 എന്ന സംഖ്യയുടെ പ്ലേസ് വാല്യൂ എത്രയാണ്? അത് 10 ആണ് അല്ലേ. 1 എന്ന സംഖ്യയുടെ പ്ലേസ് വാല്യൂ അത് 100 ആണ്. എങ്ങനെയാണ് ഇത് 1 100 ആയതും 2 10 ആയതും 7 1 ആയതും? നമുക്ക് ഈ സംഖ്യകളെ ഒന്ന് തിരിച്ചു നോക്കാം. ഇതാ ഈ കാണുന്നത് പോലെ ഒന്ന് തിരിച്ചു നോക്കാം. ഒരു 100, പിന്നെ 10ൻ്റെ 2 നോട്ടുകൾ, 1ൻ്റെ 7 കോയിൻസ് അഥവാ 7 നോട്ടുകൾ. 127 ആയോ? മറ്റൊരു സംഖ്യ നോക്കാം. 599. അതിനെ സ്ഥാനവില അനുസരിച്ച് പ്ലേസ് വാല്യൂ അനുസരിച്ച് അവിടെ തന്നിട്ടുണ്ട്. അതായത് 100ൻ്റെ 5 നോട്ടുകൾ, 10ൻ്റെ 9 നോട്ടുകൾ, 1 രൂപയുടെ 9 എണ്ണം. ആകെ 599 ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമതൊരു സംഖ്യ കൂടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് 5127 എന്ന സംഖ്യയാണെന്ന് വിചാരിക്കുക. 5127. അതിൽ വൺസിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യയാണ് 7. ടെൻസിൻ്റെ സ്ഥാനത്ത് അഥവാ 10ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യയാണ് 2. 100ൻ്റെ സ്ഥാനത്ത് അഥവാ 100ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യയാണ് 1. പിന്നെ 1000ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യയാണ് 5 അഥവാ 1000ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യയാണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഖ്യ എങ്ങനെ വായിക്കും നമ്മൾ? 5127. ഇനി നമുക്ക് ആ പ്ലേസ് വാല്യൂ ആയിട്ട് അതിനെ തട്ടിച്ചു നോക്കാം. അതിൽ എന്തൊക്കെയാണുള്ളത്? എത്ര ആയിരങ്ങളുണ്ട്? 5127 എത്ര ആയിരങ്ങളുണ്ട്? 5 ആയിരങ്ങൾ. ശരിയാണോ? കാണാം നിങ്ങൾക്ക് അവിടെ. 125 ആയിരങ്ങൾ ചേർന്നാൽ 5000 ആയി. ഇനി 127 ഇനി ബാക്കിയുള്ളത്. 127 എത്ര നൂറുകളുണ്ട്? 100ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി. 100ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണ്? 1 ആണ്. അപ്പോൾ അതിൽ എത്ര നൂറുകളുണ്ടാവും? 1 100 ഉണ്ടാവും. ഇനി അതിൽ എത്ര 10കളുണ്ട്? 10ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി. 2. അപ്പോൾ അതിൽ 2 10കളുണ്ട്. അതിൽ എത്ര 1കളുണ്ട്? 7 എണ്ണം. 1ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി. മറ്റൊരു സംഖ്യ എടുക്കാം. ഇനി നിങ്ങൾ എന്തിനാണ് ഈ പ്ലേസ് വാല്യൂ പഠിക്കുന്നത്? പ്ലേസ് വാല്യൂ പഠിച്ചാൽ നിങ്ങൾക്കതിൽ എത്ര നൂറുകളുണ്ടെന്നും എത്ര 10കളുണ്ടെന്നും എത്ര 1കളുണ്ടെന്നും എത്ര ആയിരങ്ങളുണ്ടെന്നും എത്ര 10,000ങ്ങളുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. രണ്ടാമത്, നമ്മൾ നേരത്തെ ഒരു സംഖ്യ പരിചയപ്പെടുന്നു. ഒരു 9 അക്ക വലിയ സംഖ്യ വായിക്കാൻ പറ്റിയിരുന്നു. നിങ്ങൾക്കത് സാധിച്ചില്ല. നിങ്ങൾക്ക് ആ സംഖ്യ വായിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്ലേസ് വാല്യൂ അറിഞ്ഞേ കഴിയും. അപ്പോൾ ആദ്യം നമ്മൾ സംഖ്യകളുടെ പ്ലേസ് വാല്യൂ നോക്കാൻ പഠിക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. പ്ലേസ് വാല്യൂസ് അഥവാ സ്ഥാനവിലകൾ എന്ന് പറയുന്നത് 1 ആരംഭിക്കുന്നു. നമുക്കൊന്നുകൂടെ പറയാം. 1s, 10s, 100s, 1000s, 10,000s, lakh, 10 lakh, crore, 10 crore, 100 crore. ഓക്കെ, 1s
1 ഒരു സംഖ്യയെ ഉണ്ടാവും. ടെൻസ് അതിലെത്ര സംഖ്യകളുണ്ടാവും? 2 സംഖ്യകൾ ഉണ്ടാകും. ടെൻസിൽ അവസാനിക്കുന്ന സംഖ്യകൾ 2 സംഖ്യകളുണ്ടാവും. ഹൺഡ്രഡ്സ് 100-ൽ വരുന്ന സംഖ്യകളാണെങ്കിൽ 100-ന് എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കിയാൽ മതി. 100 എത്ര സംഖ്യകളുണ്ട്? ഒരു 1 2 0. അപ്പോൾ 100കൾക്ക് എത്ര സംഖ്യകളുണ്ടാവും? 3 സംഖ്യകൾ ഉണ്ടാകും. തൗസൻഡ്സ് എത്ര സംഖ്യകളുണ്ട്? തൗസൻഡ്സിന് 3 പൂജ്യവും ഒരു 1 ചേരുന്നതാണ് തൗസൻഡ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ 3 പൂജ്യങ്ങളും ഒരു 1 ചേർന്നാൽ മൊത്തം 4 സംഖ്യകൾ ഉണ്ടാവും. അപ്പോൾ തൗസൻഡ്സ് സംഖ്യകൾക്കെല്ലാം 4 സംഖ്യകളുണ്ടാവും. 4 അക്ക സംഖ്യകളെല്ലാം തൗസൻഡ്സിൽ വരുന്നതാണ്. ഓക്കെ, 5000, 6000, 7000, അതിൽ തന്നെയുണ്ട് 7000 അല്ലേ? അതെല്ലാം തൗസൻഡ്സിൽ വരുന്ന സംഖ്യകളാണ്. ഓക്കെ, ഇനി 4 അക്ക സംഖ്യ എന്ന് പറയുന്നതാണ് 1000 നമ്മൾ പറഞ്ഞു. ഇനി ഒരു 5 അക്ക സംഖ്യ അത് ഏതിൽ വരും? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s അഥവാ 1, 10, 100, 1000, 10000. അപ്പോൾ ഒരു 5 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് 10000-ൽ വരുന്ന 10,000s-ൽ വരുന്ന സംഖ്യകൾ ആയിരിക്കും. അതായത് സ്ഥാനവില 10,000-ൽ വരുന്ന സംഖ്യകളായിരിക്കും 5 അക്ക സംഖ്യകൾ. ലാക്ക് 1 lakh. ലാക്ക് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര സംഖ്യകളുണ്ടാവും? എത്ര സംഖ്യകളുണ്ടാവും? നിങ്ങളിതൊന്ന് കാണാതെ പഠിക്കണം. 10-ൽ 1 0, 100-ൽ 2 0, 1000-ൽ 1000-ൽ 3 0, 10,000-ൽ 4 0. അങ്ങനെയാണെങ്കിൽ ലാക്കിൽ എത്ര പൂജ്യം ഉണ്ടാകും? 5 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. 5 പൂജ്യവും ഒരു 1. അപ്പോൾ ഒരു ലാക്കിൽ വരുന്ന സംഖ്യ ഒരു 6 അക്ക സംഖ്യ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ലാക്കിന് 5 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ലക്ഷത്തിന് 5 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷം. ഒരു ലക്ഷത്തിന് 5 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ 10 lakh എത്ര പൂജ്യങ്ങളുണ്ടാവും? എത്ര പൂജ്യങ്ങളുണ്ടാവും? ലാക്കിന് 5 പൂജ്യങ്ങൾ, 10 lakhന് 6 പൂജ്യം. ഓക്കെ, ക്രോർ അഥവാ 1 crore അല്ലെങ്കിൽ 100 ലക്ഷത്തിനാണ് നമ്മൾ 1 crore അഥവാ 1 കോടി എന്ന് പറയുന്നത്. കോടിക്ക് എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും? ലക്ഷത്തിന് 5 പൂജ്യം, 10 ലക്ഷത്തിന് 6 പൂജ്യം. അപ്പോൾ 1 കോടിക്ക് 7 പൂജ്യങ്ങൾ. 1 കോടി കഴിഞ്ഞാൽ അടുത്തത് 10 കോടി അഥവാ 10 crore. 10 കോടിക്ക് എത്ര പൂജ്യങ്ങൾ ഉണ്ടാവും? 8 പൂജ്യങ്ങൾ. 8 പൂജ്യങ്ങളും ഒരു 1 ചേരുന്നതാണ് 10 കോടി എന്നത്. മനസ്സിലായാലും എല്ലാവർക്കും? സംശയമുണ്ടോ അതിൽ? ഇത് നിങ്ങളൊന്ന് കാണാപ്പാഠം പഠിച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിലാണ്. നിങ്ങളൊന്ന് മനസ്സിലങ്ങ് ചേർക്കുക. മനസ്സിൽ നിങ്ങളങ്ങ് എഴുതി ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ഒരുപാട് ഉപകാരം ചെയ്യും. ഈ സംഖ്യകളെ ഈ സ്ഥാനവില ഉപയോഗിച്ച് നമുക്കൊരു സംഖ്യയെ എങ്ങനെ വായിക്കാം എന്നൊന്ന് പഠിക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഇത്രയും വലിയ സംഖ്യകൾ ചിലപ്പോൾ കാണുന്നത്. 4ാം ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും വലിയ സംഖ്യകൾ പഠിച്ചിട്ടുണ്ടാകില്ല. ഇപ്പോൾ ഒരു വലിയ സംഖ്യയെ നിങ്ങൾ വായിക്കാൻ പോവുകയാണ്. അപ്പോൾ വലിയ സംഖ്യയെ നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ അതിൻ്റെ സ്ഥാനവില അറിഞ്ഞിരിക്കണം. ആ സ്ഥാനവില അനുസരിച്ച് നമ്മളതൊന്ന് വായിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണമായി ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു സംഖ്യ കാണാം. 9, 4, 4, 7, 5, 3, 5. ശരിയാണോ? അതൊരു 7 അക്ക സംഖ്യയാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ലക്ഷത്തിന് 5 പൂജ്യങ്ങളുണ്ട്. അപ്പോൾ 5 പൂജ്യവും ഒരു 1 ചേരുന്നതാണ് ഒരു ലക്ഷത്തിലുള്ള സംഖ്യ. അപ്പോൾ അതൊരു 6 അക്ക സംഖ്യയായിരിക്കും അല്ലേ? ഇവിടെ 7 അക്കങ്ങളുണ്ട്. അപ്പോൾ 6 പൂജ്യവും ഒരു 1. 6 പൂജ്യങ്ങൾ ചേരുന്നത് 10 ലക്ഷത്തിനാണ് അല്ലേ? 6 പൂജ്യവും ഒരു 1. അഥവാ ഒരു 7 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് 10 ലക്ഷത്തിലുള്ള ഒരു സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇതേതോ 10 ലക്ഷത്തിലുള്ള ഒരു സംഖ്യയാണ്. ആണോ? നമുക്കൊന്ന് നോക്കാം. നമുക്കതിന് സ്ഥാനവില അനുസരിച്ചൊന്ന് നോക്കാം. അതായത് പ്ലേസ് വാല്യൂ അനുസരിച്ചൊന്ന് നോക്കാം. ദ ലാസ്റ്റ് നമ്പർ ഈസ് 5 ones. നമുക്ക് ഓരോന്ന് തന്നെ നോക്കാം. വൺസ്, നെക്സ്റ്റ് 3 tens, അടുത്ത 100ൻ്റെ സ്ഥാനത്ത് വരുന്നത് അഗെയിൻ 5, നെക്സ്റ്റ് 1000ൻ്റെ സ്ഥാനത്ത് വരുന്നത് 7, ദെൻ 10,000ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ 4 അഥവാ 4, ദെൻ ലാക്കിൻ്റെ സ്ഥാനത്ത് 1 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ വീണ്ടും അടുത്ത 4, അടുത്തത് 10 lakhൻ്റെ അടുത്ത് വരുന്ന സംഖ്യ 9. അപ്പോൾ 10 lakhലുള്ള സംഖ്യ എന്ന് മനസ്സിലായല്ലോ. ഒരു സംഖ്യ എത്രയിലാണ് എന്ന് തിരിച്ച് അതിൻ്റെ സ്ഥാനവില അനുസരിച്ച് ഒന്ന് എണ്ണി നോക്കിയാൽ മതി. 1s, 10s, 100,000, 10,000, lakh, 10 lakh. 10 lakhലാണ് അവസാനിക്കുക. 10 ലക്ഷത്തിലുള്ള ഒരു സംഖ്യ ആയിരിക്കും. ഇനി ഇതെങ്ങനെ വായിക്കും? നിങ്ങൾക്ക് ഈ സംഖ്യ വായിക്കേണ്ട എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം.
നിങ്ങൾ ഈ കാൽക്കുലേറ്ററിലൊക്കെ ചിലപ്പോൾ സംഖ്യകൾ അടിക്കുമ്പോൾ കോമകൾ സംഖ്യകൾക്കിടയിൽ ചെറിയൊരു കോമ ഇട്ടിരിക്കുന്നത് കാണാം. മലയാളത്തിലൊക്കെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ സെൻറ്റൻസുകൾ എഴുതും അതിൻ്റെ ഇടയ്ക്ക് കോമ ഇടും. മാത്സിലുമുണ്ട് ചെറിയ ചില കോമകൾ, സംഖ്യകൾക്കിടയിൽ ചില കോമകൾ. ഇപ്പോൾ ഈ കോമ ഇടേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യത്തെ 3 അക്കങ്ങൾ കഴിഞ്ഞാൽ ഒരു കോമ ഇടുക. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ആദ്യത്തെ 3 അക്കങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളൊരു കോമ ഇടുക. അതായത് 1s, 10s, 100s. ഇത് കഴിഞ്ഞാൽ ഒരു കോമ ഇടുക. പിന്നീടുള്ള 2 അക്കങ്ങൾ കഴിഞ്ഞാൽ ഒരു കോമ ഇടുക. അതായത് 1000s, 10,000, 1000ഉം 10,000ഉം. അത് കഴിഞ്ഞിട്ട് 2 അക്കങ്ങൾ കഴിഞ്ഞിട്ട് കോമ ഇടുക. പിന്നീടുള്ള 2 അക്കങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത കോമ. ഇവിടെ ഇനി പിന്നീട് 2 അക്കങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് ഇനി കോമ ഇടേണ്ട ആവശ്യമില്ല. സംഖ്യ കഴിഞ്ഞിട്ട് കോമ ഇടേണ്ട ആവശ്യം, സംഖ്യകൾക്കിടയിൽ കോമ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ 3 അക്ക സംഖ്യ കഴിഞ്ഞ് നമ്മളൊരു കോമ ഇട്ടു, 2 അക്ക സംഖ്യ കഴിഞ്ഞ് നമ്മളൊരു കോമ ഇട്ടു, അടുത്ത 2 അക്കങ്ങൾ മാറുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കോമ ഇടുന്നത് എന്നുള്ളത് 1s, 10s, 100s അത് കഴിഞ്ഞൊരു കോമ, നിങ്ങളത് മനസ്സിൽ വിചാരിക്കും. പിന്നീട് നോക്കി അടുത്ത പ്ലേസ് വാല്യൂസ് ഏതൊക്കെയാണ്? 1000 and 10,000. 1000 and 10,000, 1000ഉം 10,000ഉം രണ്ടും 1000ൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്, അല്ലെ ആയിരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, അല്ലേ? 10,000, 10 ആയിരങ്ങൾ ചേരുന്നതാണ് 10,000. ഓക്കെ, അപ്പോൾ 1000ഉം 10,000ഉം രണ്ടും ആയിരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതായതുകൊണ്ട് അതിന് രണ്ടിനെയും ഒന്നിച്ച് നിർത്തുന്നു. അടുത്ത 2 സംഖ്യകൾ നോക്കിക്കേ, lakh and 10 lakh, അഥവാ ലക്ഷവും 10 ലക്ഷവും രണ്ടും ലക്ഷത്തിൽ വരുന്നതാണ്, അല്ലേ? 2 ലക്ഷത്തിൽ വരുന്നതായതുകൊണ്ട് അവയെ രണ്ടിനെയും നമ്മൾ ഒരു ഗ്രൂപ്പാക്കി നിർത്തി. ഇനി 2 സംഖ്യകൾ കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൻ്റെ അപ്പുറത്ത് 2 സംഖ്യകൾ കൂടി ഉണ്ട്, ഒരു 57 കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരിക? ലാസ്റ്റത്തെ 2 സംഖ്യ, ലക്ഷങ്ങളുടെ 2 സംഖ്യകളെ ഒരു കൂട്ടത്തിൽ നിർത്തി അവയ്ക്കൊരു കോമ കൊടുത്തു. ഇനി 2 സംഖ്യകൾ കൂടിയുണ്ട്. ആ സംഖ്യകൾ ഏതാണ്? കോടിയായിരിക്കും. 1 കോടി, 10 കോടി. അത് രണ്ടും കോടികളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്, അല്ലേ? 1 കോടി, 10 കോടി. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ആദ്യത്തെ 3 സംഖ്യകൾ കഴിഞ്ഞാൽ കോമയിടുക. 100ൻ്റെ സ്ഥാനത്ത് ഒരു കോമ. പിന്നെ 1000, 10,000 അത് രണ്ടും ഒന്നിച്ച് ഒരേ ഗണത്തിൽ വരുന്നതാണ്, അതുകൊണ്ട് ആ 2 സംഖ്യകൾ കഴിഞ്ഞൊരു കോമയിടുക. പിന്നെ ലക്ഷം, 10 ലക്ഷം രണ്ടും ലക്ഷങ്ങളുടെ ഗണത്തിൽ പെടുന്നതാണ്, ലക്ഷങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്, ഗ്രൂപ്പിൽ പെടുന്നതാണ്, അതുകൊണ്ട് അത് കഴിഞ്ഞൊരു കോമയിടുക. പിന്നീട് വരുന്ന സംഖ്യകളെ കോടി, 10 കോടി അഥവാ ക്രോർ ആൻഡ് 10 ക്രോർ, അത് കോടികളുടെ ഗ്രൂപ്പിൽ വരുന്നതാണ്, അതോ ക്രോറിൻ്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്, അവയെ ഒരു ഗ്രൂപ്പാക്കി നിർത്തുക. ഇനി ഇതെങ്ങനെ വായിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ 9, 4, 4, 7, 5, 3, 5 എന്ന സംഖ്യ എങ്ങനെ വായിക്കും? ഈ സംഖ്യകൾ വായിക്കാൻ നിങ്ങൾക്ക് എളുപ്പ വഴി പറഞ്ഞുതരാം. നിങ്ങൾ കോമയ്ക്കുള്ള സംഖ്യകളെ ഒന്നിച്ച് വായിച്ചാൽ മതി. അത് 1000ഉം 10,000ഉമാണ് വരുന്നെങ്കിൽ അതിനെ ഒന്നിച്ച് വായിക്കുക. ലക്ഷവും 10 ലക്ഷവും ഒന്നിച്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്നിച്ച് വായിക്കുക. കോടിയും 10 കോടിയും ഒന്നിച്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്നിച്ച് വായിക്കുക. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇവിടെയുള്ള സംഖ്യ 9, 4, 4, 7, 5, 3, 5 എന്ന സംഖ്യയാണ്. ഇവിടെ കോമയ്ക്കുള്ളിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 94, അത് കഴിഞ്ഞ് 47, അത് കഴിഞ്ഞാൽ പിന്നീട് 5, 3, 5 ഇങ്ങനെ 3 കോമയ്ക്കുള്ളിൽ വരുന്ന 3 കൂട്ടങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ 94 ലക്ഷം, 94 ലക്ഷം. അടുത്ത ഏതാണ്? അടുത്ത കോമയ്ക്കുള്ളിൽ വരുന്ന 47 അല്ലേ? അത് ഏത് ഗണത്തിൽ വരുന്ന? ആയിരങ്ങളുടെ ഗണത്തിൽ വരുന്നതാണ്. അപ്പോൾ അതിനെ എന്ത് വായിക്കാം? ഒന്നിച്ച് വായിക്കണം. 47,000, 47,000. അടുത്ത കോമയ്ക്കുള്ളിൽ വരുന്ന ഏതൊക്കെയാണ്? 5, 3, 5ആണ്. 535. 3 അക്ക സംഖ്യ വായിക്കാൻ നിങ്ങൾക്ക് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതല്ലേ, അല്ലേ? അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. 94,47,535 അഥവാ 94,47,535. കോമിക്കുള്ള സംഖ്യകളെ ഒന്നിച്ച് വായിച്ച് നമുക്ക് എളുപ്പത്തിൽ ഏത് സംഖ്യകളെയും വായിക്കാൻ കഴിയും. 94,47,535. 3 സംഖ്യകൾ നിങ്ങൾക്ക് വായിക്കാൻ നേരത്തെ പഠിച്ചിട്ടുള്ള മറ്റൊരു സംഖ്യയെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് മറ്റൊരു സംഖ്യ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 5, 2, 3, 8, 7, 1. ശരിയാണോ? എത്ര അക്കങ്ങൾ ഉണ്ട് അതിൽ? 6 അക്കങ്ങളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 പൂജ്യങ്ങൾ ചേരുന്നതും ഒരു 1 ചേരുന്നതാണ് 1 ലക്ഷം. അപ്പോൾ 6 അക്കങ്ങൾ. 6 അക്കങ്ങളുള്ള സംഖ്യ അപ്പോൾ ലക്ഷത്തിലുള്ള സംഖ്യ ആയിരിക്കും. ശരിയാണോ? ആ സംഖ്യയുടെ തുക ഏതോ 1 ലക്ഷത്തിലുള്ള സംഖ്യ നോക്കാം. നമുക്കാണോ?
നമ്മൾ പറഞ്ഞു ആദ്യത്തെ 3 അക്കങ്ങൾ കഴിഞ്ഞാൽ ഒരു കോമ, പിന്നീടുള്ള എല്ലാ 2 അക്കങ്ങൾ കഴിയുന്തോറും കോമകൾ ഇടുന്നു. അപ്പോൾ ആദ്യത്തെ 3 അക്കം എന്ന് പറയുമ്പോൾ 8, 7, 1 3 അക്കങ്ങൾ കഴിഞ്ഞാൽ ഒരു കോമ ഇട്ടു. അടുത്തത് 3, 2 എന്ന സംഖ്യ കഴിഞ്ഞാൽ നമ്മളൊരു കോമ ഇട്ടു. പിന്നീട് ഒരു സംഖ്യയേ ഉള്ളൂ, വേറെ സംഖ്യ കൂടി ഇല്ല. ഇനി നമുക്ക് പ്ലേസ് വാല്യൂ ഒന്ന് വായിച്ച് നോക്കാം. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000, ലാക്ക്. ശരിയാണോ? അല്ലേ? ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം. അപ്പോൾ ലക്ഷത്തിലുള്ള സംഖ്യ നമുക്ക് ഉറപ്പാണ് അല്ലേ? ഇനി എങ്ങനെ വായിക്കും? കോമിക്കുള്ള സംഖ്യകൾ ഒന്നിച്ച് വായിക്കാൻ ഇവിടെ 5 ഒറ്റയ്ക്കേ ഉള്ളൂ. അത് ലക്ഷത്തിനാണ് അതിൻ്റെ സ്ഥാനവില വരുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് വായിക്കാം 5 ലക്ഷത്തി. അടുത്ത കോമിക്കുള്ളിൽ വരുന്നത് 2ഉം 3ഉമാണ്. അത് 1000ൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് 5,23,000. 23,000. അടുത്ത എത്രയാണ്? 871. അപ്പോൾ ആ സംഖ്യ എത്രയാണ്? 5,23,871 അഥവാ 5,23,871 കഴിയും. മറ്റൊരു സംഖ്യ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒരു 9 അക്ക സംഖ്യയാണ് നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്നത്. നമുക്ക് 9, 8, 5, 3, 2, 1, 4, 6, 8 9 അക്ക സംഖ്യ. നമ്മൾ പഠിച്ചിരുന്ന 8 പൂജ്യങ്ങൾ ചേരുന്നതാണ് 10 കോടി. 8 പൂജ്യവും ഒരു 1. ശരിയല്ലേ? ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി. 9 സംഖ്യകളായോ? 10 കോടി. അപ്പോൾ ഒരു 10 കോടിയിൽ വരുന്ന സംഖ്യയാണ് അല്ലേ? 10 കോടിയിൽ വരുന്ന സംഖ്യയാണ്. അപ്പോൾ നമ്മൾ കോമ ഇട്ട് നോക്കാം. ആദ്യത്തെ 3 സംഖ്യ കഴിഞ്ഞ് കോമ ഇട്ടു. പിന്നീടുള്ള ഓരോ 2 സംഖ്യ കഴിഞ്ഞ് നമ്മൾ കോമകൾ ഇട്ടു അല്ലേ? അപ്പോൾ 98 കോടി 53 ലക്ഷത്തി 21,468. സംഖ്യ എങ്ങനെ വായിക്കും? 98 കോടി 53 ലക്ഷത്തി 21,468 എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഓക്കെ. ഇനി ഏത് സംഖ്യ എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ വായിക്കാൻ കഴിയില്ലേ? ഞാൻ കുറച്ച് സംഖ്യകൾ നിങ്ങൾക്ക് തരാം. ആ സംഖ്യ എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവർ ഇംഗ്ലീഷിൽ എഴുതുക, മലയാളം മീഡിയത്തിലുള്ളവർ അത് മലയാളത്തിൽ എഴുതി നോക്കുക. എന്നിട്ട് ശരിയാണോ എന്ന് വീട്ടിൽ നിങ്ങൾ ടീച്ചേഴ്സിനെയോ നിങ്ങളുടെ രക്ഷിതാക്കളെയോ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് നോക്കുക. അവർ ശരിയാണോ എന്ന് പറഞ്ഞുതരും. ഇല്ല നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി അതിൻ്റെ ഉത്തരം. നമ്മുടെ ചാനലിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ഉത്തരം അയച്ചു തന്നാൽ നമുക്കത് ചെക്ക് ചെയ്ത് ശരിയാണോ ഇല്ലയോ എന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനോടോ നിങ്ങളുടെ ബന്ധപ്പെട്ട ടീച്ചറിനോട് ചോദിച്ചാൽ ടീച്ചേഴ്സ് നിങ്ങൾക്കത് ശരിയാണോ ഇല്ലയോ എന്ന് പറഞ്ഞു തരും. ഞാൻ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കുറച്ച് തരാം. നിങ്ങൾ ആ സംഖ്യയെ വായിക്കുക. ആ സംഖ്യയെ വായിച്ചിട്ട് അത് എത്രയാണ് എന്നൊന്ന് എഴുതി. അപ്പോൾ സ്ഥാനവില നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് സ്ഥാനവില അനുസരിച്ച് സംഖ്യകളെ നമുക്ക് വായിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സ്ഥാനവില നമ്മൾ ഗ്രൂപ്പായി തിരിക്കാൻ 100ൻ്റെ ഒരു ഗ്രൂപ്പ്, 1000ൻ്റെ ഒരു ഗ്രൂപ്പ്, ലക്ഷത്തിൻ്റെ ഒരു ഗ്രൂപ്പ്, കോടിയുടെ ഒരു ഗ്രൂപ്പ്. ആദ്യത്തെ 3 അക്ക സംഖ്യകൾ ചേരുന്നത് 100ൻ്റെ ഗ്രൂപ്പായിരിക്കും. പിന്നീടുള്ള 2 സംഖ്യകൾ ചേരുന്നത് 1000ഉം 10,000 വരുന്ന ആയിരങ്ങളുടെ ഗ്രൂപ്പായിരിക്കും. പിന്നീട് വരുന്ന 2 സംഖ്യകൾ ചേരുന്നത് ലക്ഷവും 10 ലക്ഷവും വരുന്നത് ലക്ഷത്തിൻ്റെ ഗ്രൂപ്പായിരിക്കും. പിന്നീടുള്ള 2 സംഖ്യകൾ വരുന്നത് കോടി 10 കോടി എന്ന് പറയുന്നത് കോടികളുടെ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു 9 അക്ക സംഖ്യകൾ വരെയുള്ളത് ഇപ്പോൾ നിങ്ങൾ പഠിച്ചാൽ മതി. മുന്നോട്ടുള്ള നിങ്ങൾക്ക് വലിയ സംഖ്യകൾ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് പിന്നീട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ സ്ഥാനവിലകൾ ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ ആ സ്ഥാനവിലകൾ നിങ്ങൾ നിർബന്ധമായും എഴുതി പഠിച്ചിരിക്കണം. ഓർഡറിനനുസരിച്ച് അതിൻ്റെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രീതിയിൽ നിങ്ങളത് നിർബന്ധമായും എഴുതി ഒന്ന് പഠിച്ചിരിക്കണം. പിന്നെ എളുപ്പത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. 1,00,000-ന് 5 പൂജ്യങ്ങളുണ്ട്, 10,00,000-ന് 6 പൂജ്യങ്ങളുണ്ട്, 1 കോടിക്ക് 7 പൂജ്യങ്ങളുണ്ട്, 10 കോടിക്ക് 8 പൂജ്യങ്ങൾ ഉണ്ട്, 100-ന് 2 പൂജ്യം, 1000-ന് 3 പൂജ്യം, 10,000-ന് 4 പൂജ്യം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എളുപ്പത്തിൽ കാണാപ്പാഠം പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കിനി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ വളരെ എളുപ്പത്തിലായി മാറും. അപ്പോൾ ഇനി ഒരു 9 അക്ക സംഖ്യ തന്നാൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് വായിക്കണം. ഏത് 9 അക്ക സംഖ്യയും. ഇനി അതിൻ്റെ ചെറിയ സംഖ്യ തന്നാൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ലേ? സംശയമുണ്ടോ? നമുക്ക് ഒരു സംഖ്യ കൂടി ഒന്ന് പരിചയപ്പെടാം. സംഖ്യകൾക്കിടയിൽ 0 വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ചില കൂട്ടങ്ങൾക്കിടയിൽ, ആയിരങ്ങളുടെ കൂട്ടത്തിനിടയിൽ 0 വന്നു, ലക്ഷത്തിന് കൂട്ടത്തിനിടയിൽ 0 വന്നു. അവയെ നിങ്ങൾ എങ്ങനെ പറയും? അപ്പോൾ നിങ്ങൾക്ക്
സ്ക്രീനിലൊരു സംഖ്യ കാണാം 8930131. 8 അക്കങ്ങളുള്ളൊരു സംഖ്യയായതുകൊണ്ട് അത് ഏതിൽ വരുന്ന സംഖ്യയായിരിക്കും? കോടിയിൽ വരുന്ന സംഖ്യയായിരിക്കും. സംശയമില്ലല്ലോ. വൺസ്, ടെൻസ്, 100, 1000, 10,000, lakh, 10 lakh, crore. 8 അക്ക സംഖ്യ. അപ്പോൾ അത് കോടിയിൽ വരുന്ന സംഖ്യയായിരിക്കും. അപ്പോൾ 8 കോടി 93 ലക്ഷത്തി അവിടെ എന്താണുള്ളത്? 1 മാത്രമേ ഉള്ളൂ. 0 അപ്പോൾ അത് 1 ഉള്ളൂ അല്ലേ? അപ്പോൾ എങ്ങനെ വായിച്ചാൽ മതി? 1000, 1000 അല്ലെങ്കിൽ 1000. 1000 എന്ന് നമ്മൾ പറയാറില്ല, നമ്മൾ 1000 എന്നാണ് പറയുന്നത് അല്ലേ? അവിടെ 2 ആണെങ്കിൽ 2000. 1 ആയതുകൊണ്ട് അവിടെ 1000. അപ്പോൾ എങ്ങനെ വായിക്കാം? 8 കോടി 93 ലക്ഷത്തി 1321. മറ്റൊരു സംഖ്യ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. താഴെ സംഖ്യ നോക്കൂ, 5006331. ഓക്കെ, ആദ്യത്തെ 3 സംഖ്യ കഴിഞ്ഞ് കോമയിട്ടു, അടുത്ത 2 സംഖ്യ കഴിഞ്ഞ് കോമയിട്ടു. അപ്പോൾ 5 ആയി. അത് എത്രയൊക്കെ സംഖ്യയാണ്? ഒരു 6 അക്ക സംഖ്യയാണ്. 6 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 5 0 1 ചേരുന്നതാണ് ലക്ഷം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 6 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ അതൊരു ലക്ഷസംഖ്യയാണ്. അപ്പോൾ അതെങ്ങനെ വായിക്കാം? 5 ലക്ഷത്തി 10,000ത്തിൻ്റെയും 1000ത്തിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും സംഖ്യകളുണ്ടോ? അവിടെ 0 അപ്പോൾ അവിടെ എന്തെങ്കിലും വായിക്കാനുണ്ടോ? 0 വായിക്കേണ്ട ആവശ്യമുണ്ടോ? 0 വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 5,631. 5,631. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 0 ആണെങ്കിൽ ആ 0 ഒഴിവാക്കിക്കൊണ്ട് ആ സംഖ്യ നിങ്ങളങ്ങ് വായിച്ചാൽ മതി. ഇത് വായിക്കുന്നത് 5,631. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പഠിച്ചവരെ മാത്രം ഉദ്ദേശിച്ചല്ല, സ്ഥാനവില അനുസരിച്ച് വായിക്കാൻ അറിയാത്ത ഒരുപാട് കൂട്ടുകാർ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവരെ കൂടി ഉദ്ദേശിച്ചാണ്. അപ്പോൾ അത് വായിക്കുന്നത് 5,631. 5,631 എന്നുള്ളതാണ്. അപ്പോൾ ഇനി 0 വരുന്ന അതാണ് പറഞ്ഞത്. 0 വരുമ്പോൾ ആ സംഖ്യയുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ളത് വായിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് 10കളും 1കളും ഒക്കെ എത്രയുണ്ട്, അല്ല 100കൾ എത്രയുണ്ട്, ഒരു സംഖ്യയിൽ 10,000 എത്രയുണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ട. ഇത് സെക്കൻഡ് പാർട്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് അത് നോക്കി പഠിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ താഴെ നിങ്ങൾക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ലെമൺ ക്രിയേഷൻസിൻ്റെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക്. എല്ലാവർക്കും